JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രീ പ്രൈമറി ടീച്ചറുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ സിലബസ്, ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ, പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യനുകളും എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. പ്രീ പ്രൈമറി ടീച്ചർ എക്സാം ഡേറ്റ് PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള സിലബസ്, അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമുക്ക് നോക്കാം. കൂടാതെ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത് എത്ര ഉദ്യോഗാർത്ഥികളാണ് എന്ന് നമുക്ക് നോക്കാം. കൂടാതെ റാങ്ക് ഫയൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം, എങ്ങനെയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് വന്നിട്ടുള്ളത്, പ്രീവിയസ് ഇയറിലൊക്കെ വന്നിട്ടുള്ള കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് സിലബസ് നോക്കാം അല്ലേ? സിലബസ് ശിശു വിദ്യാഭ്യാസം ദാർശനിക അടിത്തറ 10 മാർക്കാണ് അതിൽ നിന്നുള്ളത്. പ്രീ സ്കൂൾ വിദ്യാഭ്യാസം വിവിധ, അത് 10 മാർക്കാണ്. വിവിധ ഏജൻസികൾ, അതിൽ നിന്ന് 10 മാർക്കാണുള്ളത്. കുട്ടികളുടെ ആരോഗ്യവും രോഗപ്രതിരോധവും അതിൽ നിന്നും 10 മാർക്കാണ് ഉള്ളത്. ശിശു വികാസവും മാനശാസ്ത്രവും അതിൽ നിന്ന് 12 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അടുത്ത പ്രീ സ്കൂൾ പുതിയ സമീപനങ്ങൾ, ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളും, അതിൻ്റെ അകത്ത് പ്രീ സ്കൂൾ പുതിയ സമീപനങ്ങൾ, അതിൽ നിന്ന് 12 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരിക. ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളും അതിൽ നിന്ന് 16 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. പ്രീ സ്കൂൾ വിദ്യാഭ്യാസവും വിലയിരുത്തലും അതിൽ നിന്ന് 7 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ശിശു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംഘാടനം, അതിന് 7 മാർക്കാണ് ഉണ്ടാവുക. പോഷണവും പോഷകാഹാരവും അതിൽ നിന്ന് 6 മാർക്കാണ് ഉണ്ടാവുക. പ്രീ സ്കൂളും സമൂഹവും ഇതിൽ നിന്ന് 10 മാർക്കാണ് ഉണ്ടാവുക. ഇതെല്ലാം തന്നെ ഞാൻ തയ്യാറാക്കിയ റാങ്ക് ഫയലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയുള്ളത്. കൂടാതെ എന്തൊക്കെ കാര്യങ്ങളാണ് റാങ്ക് ഫയലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇത് ഓരോ ടോപ്പിക്കും എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അത് MCQ ടൈപ്സും ഉണ്ട്, അല്ലാതെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വിശദമായിട്ടാണ് ഉത്തരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ഓരോ ടോപ്പിക്കും പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, വിവിധ ഏജൻസികൾ, ഇങ്ങനെയുള്ള ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യങ്ങൾ ഉണ്ടോ പരീക്ഷയ്ക്ക് വരുന്ന രീതിയിൽ തന്നെയാണ്, വളരെ MCQ ടൈപ്സിലാണ് ചോദ്യങ്ങൾ ഉത്തരങ്ങളുമായിട്ട് തയ്യാറാക്കിയുള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുപോലെ കണ്ടോ, ഓരോ ടോപ്പിക്കും പോഷണവും പോഷകാഹാരവും അതിൽ നിന്നുള്ള, അതുപോലെ എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്, എക്സ്പെക്റ്റഡ് ചോദ്യങ്ങളുണ്ട്, ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ചോദ്യങ്ങളും എല്ലാം തന്നെ റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ 2015 മുതലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ, ഇന്ന് വരെ നടന്നിട്ടുള്ള പരീക്ഷകളുടെ എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ മുഴുവനും റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. പ്രീ പ്രൈമറി ടീച്ചർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉയർന്ന റാങ്ക് മേടിക്കാൻ വേണ്ടിയിട്ട് റാങ്ക് ഫയൽ വളരെയധികം പ്രയോജനപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അതിന്റെ എക്സാം ഡേറ്റ് നോക്കാം. എക്സാം ഡേറ്റ് 20/6/2025 ഫ്രൈഡേ ആണ് പരീക്ഷാ തീയതി എന്ന് പറയുന്നത്. അഡ്മിഷൻ ടിക്കറ്റ് 5/6/2025 മുതൽ നിങ്ങൾക്ക് സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാവുന്നതാണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, എത്ര പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്? 5372 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. കട്ട് ഓഫ് മാർക്ക് പ്രീവിയസ് മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള കട്ട് ഓഫ് മാർക്ക് ഇത് 2022 55.67 ആണ് പരീക്ഷയ്ക്ക് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എത്ര കണ്ട് പഠന നിലവാരം ഉയർത്തണമെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണയിൽ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.